നമസ്കാരം. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന യൂട്യൂബ് വീഡിയോസിൻ്റെ അടിയിൽ ആൾക്കാർ കമൻസ് ആയിട്ട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. കുറേ പേര് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട്. ഈ കമൻസ് ആയിട്ട് വരുന്നവയൊക്കെ നമ്മളൊരു Q&A പോലെ ചെയ്യാം. സോ ദാറ്റ് കൂടുതൽ ആൾക്കാർക്ക് അത് ഹെൽപ്ഫുൾ ആവും എന്നുള്ളൊരു കാരണം കൊണ്ട്. അങ്ങനെ കോമൺ ആയിട്ട് വരുന്ന ചോദ്യങ്ങളൊക്കെ നമ്മളൊരു Q&A വീഡിയോ ആയിട്ട് പീരിയോഡിക്കലി ചെയ്യുന്നുണ്ട്. ആദ്യത്തെ വീഡിയോ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്തു. ഇപ്പോൾ കുറച്ച് കമൻസ് വന്നിട്ടുള്ളത് ബേസ് ചെയ്തിട്ട് നമ്മൾ ഇന്നൊരു രണ്ടാമതൊരു Q&A പ്രസൻറ്റ് ചെയ്യാണ്. സോ ഈ വീഡിയോയിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള കമൻസ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒന്നാമത്തത് ഒരു ഫോട്ടോ റെസ്യൂമിൽ വെച്ചത് കൊണ്ട് ATS സ്ക്രീനിങ്ങിൽ റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്നാണ് ഒരു ചോദ്യം വന്നിട്ടുള്ളത്. ഒരു ഫോട്ടോ ഉള്ളത് കൊണ്ട് പൊതുവേ ഒരു ATS റെസ്യൂമെ റിജക്റ്റ് ചെയ്യപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒരിക്കലും ഒരു സോഫ്റ്റ്വെയർ ഒരു ATS സോഫ്റ്റ്വെയർ പോലും റിജക്റ്റ് ചെയ്യില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഒന്നാമത്തെ റീസൺ ATS എന്ന് പറയുന്ന ഒരു സിംഗിൾ സോഫ്റ്റ്വെയർ അല്ല. റെസ്യൂമെ സ്ക്രീനിങ് എന്നൊരു പർപ്പസിന് വേണ്ടി വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത കപ്പാസിറ്റിയുള്ള സോഫ്റ്റ്വെയർസ് ലോകത്തെമ്പാടും ഉണ്ട്. സോ നമ്മൾ അയക്കുന്ന ഒരു റെസ്യൂമെ അയക്കുന്ന കമ്പനിയിൽ ATS സ്ക്രീനിങ് നടത്തുന്നുണ്ടോ, അവർക്ക് സോഫ്റ്റ്വെയർ ഉണ്ടോ, അവർ ഏത് തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് നമുക്കറിയില്ല. യൂഷ്വലി നമ്മളൊരു ഡിസൈനർ റെസ്യൂമെ ATSന് അയക്കരുതെന്ന് പറയാൻ കാരണം വീക്കറായിട്ടുള്ള സോഫ്റ്റ്വെയർസിന് ഈ ഇമേജസിനോടൊപ്പം ടെക്സ്റ്റ് കിടക്കുമ്പോൾ ഈ ടെക്സ്റ്റ് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കാതെ വരും ഇമേജസിനൊപ്പം ടെക്സ്റ്റ് വരുമ്പോൾ. അപ്പോൾ ആ ടെക്സ്റ്റ് നമ്മൾ എഴുതി വെച്ചാലും കാര്യമില്ലാതായി പോകും എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഒരു ട്രഡീഷണൽ ഫോർമാറ്റിൽ നമ്മളൊരു ഫോട്ടോ വെക്കുന്നത് കൊണ്ട് നമ്മളുടെ ടെക്സ്റ്റ് ഒന്നും മിസ്സിങ് ആവുന്നില്ല. അതുകൊണ്ട് തന്നെ യൂഷ്വൽ സിനാരിയോസിൽ നമ്മളുടെ ഒരു റിജക്ഷൻ സംഭവിക്കാൻ സാധ്യതയില്ല. പക്ഷെ ഇൻ കേസ് ഇഫ് ദർ ഈസ് എ സോഫ്റ്റ്വെയർ ഒരു ഫോട്ടോസ് ഉള്ളത് കൊണ്ട് അതിന് എന്തെങ്കിലും ഒരു കണ്ടന്റ് റീഡബിൾ ആകുന്നില്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്ന രീതിയിൽ ഒരു സിസ്റ്റം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കമ്പനിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത് പോയേക്കാം, അത് റിജക്റ്റഡ് ആയി പോയേക്കാം. നമുക്ക് പറയാൻ സാധിക്കില്ല. അതൊരു ലോജിക്കലി ഒരു സാധ്യത, വിദൂരമായൊരു സാധ്യത പറഞ്ഞു എന്ന് മാത്രം. യൂഷ്വൽ സിനാരിയോസിൽ നമ്മൾ ഫോട്ടോ വെച്ചിട്ട് പ്രത്യേകിച്ച് കൺസേൺസ് ഇല്ല. പിന്നെ ഇറ്റ് ഈസ് അബൌട്ട് ATS സ്ക്രീനിങ് എന്നുള്ളതാണ് ചോദ്യം. പക്ഷേ ജനറലി റെസ്യൂമിൽ ഫോട്ടോ വെക്കണോ വേണ്ടയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് പ്രകാരം ഇപ്പം ഞങ്ങൾ കഴിഞ്ഞൊരു 5 years ആയിട്ട് ലോകത്ത് എല്ലാ കോണ്ടിനെൻറ്റ്സിലേക്കും ഒരു അന്റാർട്ടിക്ക ഒഴികെ 27 രാജ്യങ്ങളിലേക്ക് ഏകദേശം 13,500 ക്ലയൻസിന് റെസ്യൂമേഴ്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ ഗൾഫ് കൺട്രീസിൽ പൊതുവേ റെസ്യൂമേയിൽ ഫോട്ടോ പ്രിഫർ ചെയ്യാറുണ്ട്. ഇന്ത്യയിലും പൊതുവെ റെസ്യൂമേസിൽ ഫോട്ടോ വെക്കുന്നൊരു ശീലം പൊതുവേ ഉണ്ട്. യൂഷ്വലി ഒരിക്കലും വെക്കാത്ത ഒരു ഏരിയ എന്ന് പറയുന്നത് അമേരിക്കൻ കൺട്രീസ് ആണ്. US പൊതുവേ നമ്മൾ ഫോട്ടോ വെക്കാറേ ഇല്ല. പൊതുവേ യൂറോപ്പ് UK ഒന്നും വെക്കാൻ സാധ്യത ഇല്ലാത്ത സ്ഥലങ്ങളായിരുന്നു യൂഷ്വലി. കാരണം ഒരു ഫോട്ടോയുടെ ബേസിൽ ഒരാളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്, കാരണം റേസിസം പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവരത് പ്രിഫർ ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഇന്ത്യക്കാർ മൈഗ്രേറ്റ് ചെയ്യുന്നവർ ഒരുപാട് ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് തന്നെ ഒരുപാട് UK എന്നുള്ള ക്ലയൻസ് ഉണ്ടായിരുന്നു റെസ്യൂമേ ചെയ്യാൻ. അവർ പലരും റെസ്യൂമേയിൽ ഫോട്ടോ ആഡ് ചെയ്യാൻ ആവശ്യപ്പെട്ട് മേടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. സോ കാനഡയിലും UK ഫോട്ടോ വെക്കുന്നവരുണ്ട്. യൂറോപ്യൻ കൺട്രീസിൽ പൊതുവേ വെക്കാറില്ല, മിഡിൽ ഈസ്റ്റിൽ വെക്കാം. ഇതൊക്കെയാണ് പൊതുവേ ഉള്ളൊരു രീതി എബൌട്ട് ഫോട്ടോ. പിന്നെ എപ്പോഴും ആര് ഫോട്ടോ വെക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രത്യേകിച്ചൊരു സൗന്ദര്യമല്ല അവിടെ ഒരു മാനദണ്ഡം. നിങ്ങൾ എത്രത്തോളം പ്രസൻറ്റബിൾ ആണ്. ഇപ്പോൾ ഒരു ക്യാബിൻ ക്രൂ, ഒരു ഫ്രണ്ട് ഓഫീസ് മാനേജർ, റിസപ്ഷനിസ്റ്റ്, ഒരു ക്ലയൻസിനെ ഡയറക്റ്റ്ലി ഹാൻഡിൽ ചെയ്യുന്ന ഒരു വെൽക്കം ചെയ്യുന്ന ഒരാൾ, അങ്ങനെയുള്ളതൊക്കെ നമ്മൾ എത്രത്തോളം പ്ലസൻ്റ് ആണ്, പ്രസൻറ്റബിൾ ആണ് എന്നുള്ളൊരു സംഗതി വരുന്നുണ്ടല്ലോ. സോ അങ്ങനെയുള്ള സിനാരിയോസിൽ നിങ്ങൾക്ക് ഫോട്ടോ വെക്കാം. അല്ലാത്തവർ വെക്കുന്നതിൽ വലിയ പ്രത്യേകിച്ച് പ്രയോജനമൊന്നും തന്നെ ഇല്ല. സോ ഇതാണ് ഈ ഒരു ക്വസ്റ്റിനോടുള്ള ആൻസർ. സോ രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഈ ഒരു കമൻറ്റ് വന്നിട്ടുള്ള ഒരാൾ MCOM കംപ്ലീറ്റ് ചെയ്ത ആളാണ്, 35 വയസ്സുണ്ട്. ഈ ഒരു പ്രായത്തിൽ ജോലി കിട്ടുമോ, അറ്റ്ലീസ്റ്റ് BCOMൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും ജോലി കിട്ടുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതിന് വളരെ സിമ്പിളായിട്ടൊരു ഉത്തരമാണ്. അപ്ലൈ ചെയ്ത് നോക്കിയാൽ തന്നെ അറിയുള്ളൂ. അതല്ലാതെ ജോലി കിട്ടുമോ ഇല്ലയെന്ന് എനിക്കെന്നല്ല ഏതൊരു മനുഷ്യനും പറയാൻ പറ്റില്ല. കിട്ടുമെന്നോ ഇല്ലെന്നോ നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് യാതൊരു ലോജിക്കൽ റീസണും ഇല്ല. സോ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ക്വാളിഫിക്കേഷൻ MCOM കുറച്ച് BCOM ആക്കി വെക്കുന്നതിൽ പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല. ഞാൻ ഇമാജിൻ ചെയ്യുന്ന കുറച്ച് നാളായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യാത്ത ഒരാളായിരിക്കും, ഒരു കരിയറിൽ ഗ്യാപ്പുള്ള ഒരാളായിരിക്കും. അതുകൊണ്ടായിരിക്കും ഈ പ്രായത്തിൽ ഇപ്പോൾ ജോലി കിട്ടുമോ എന്ന് ചോദിക്കാൻ സാധ്യത ഉണ്ടായിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, കരിയർ ഗ്യാപ്പുള്ള ഒരാളാണെങ്കിൽ, അതായത് വർക്ക് ചെയ്യാത്ത ഒരാളാണെങ്കിൽ MCOM ക്വാളിഫിക്കേഷൻ കുറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റാർട്ട് വിത്ത് സം കൈൻഡ് ഓഫ് ഇന്റേൺഷിപ്സ് ഓർ അഡീഷണൽ കോഴ്സസ് ഓർ സംതിങ്. കാരണം നിങ്ങൾ കുറേ നാളായിട്ട് ഫീൽഡിൽ ഇല്ലാത്ത ഒരാളാണ്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് റൈറ്റ് നൗ എന്നുള്ളതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവയർനെസ് ഉണ്ടാവണമെന്നില്ല. പിന്നെ കരിയറിൽ ഒരു ബ്രേക്കുള്ള ആൾക്കാരെ സംബന്ധിച്ച് നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു കൺസേൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ചെയ്ത് നോക്കാനൊക്കെ എപ്പോഴും ഒരു മടി കാണാം, ടെൻഷൻ കാണാം.
സോ സജസ്റ്റ് ചെയ്യുന്നത് അക്കൗണ്ട്സുമായിട്ട് ബന്ധപ്പെട്ട ആ ജോലിയിലേക്കാണ് പോകുന്നതെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കോഴ്സ്, GST ആവാം, സാപ്പിൻ്റെ ആയിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ റിഫ്രഷർ കോഴ്സസ് ആയിരിക്കാം. അങ്ങനെ നമുക്ക് ഹെൽപ്ഫുൾ ആവുന്ന കോഴ്സസ് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ചെറുതെങ്കിൽ ചെറുത്, ഓൺലൈനെങ്കിൽ ഓൺലൈൻ നിങ്ങളൊരു കോഴ്സ് എങ്കിലും പഠിക്കുക. 1-2 കോഴ്സുകൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക. അത് നമ്മുടെ റെസ്യൂമേക്ക് ഒരു വാല്യൂ ഉണ്ടാക്കും. ദെൻ ട്രൈ അപ്ലൈയിങ് ഫോർ ഇന്റേൺഷിപ്സ് ഓൾസോ. ഇപ്പോൾ ജോലിക്ക് അപ്ലൈ ചെയ്ത് കിട്ടുന്നില്ലെങ്കിൽ ഇന്റേൺഷിപ്സോ ട്രെയിനി ആയിട്ടോ നോക്കുക. ജോലിക്ക് പോകാൻ താല്പര്യമുള്ള ഒരാൾ ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നതിനേക്കാളും നല്ലതാണല്ലോ 1-2-3 മാസം ശമ്പളം ഇല്ലാതെയോ കുറഞ്ഞ ശമ്പളത്തിൽ വർക്ക് ചെയ്യുന്നത്. ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഒരു ജോബിലേക്ക് പോകാനായിട്ട് സാധിക്കും. സോ സ്റ്റാർട്ട് ട്രൈയിങ് ദാറ്റ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സോ പ്രായം ഒരു കൺസേൺ ആവാത്ത, കരിയർ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ലാത്ത ആൾക്കാരെ നോക്കുന്ന സ്ഥാപനങ്ങളൊക്കെ പലപ്പോഴും പുറത്തുണ്ട്. സോ അത് നിങ്ങളുടെ ഒരു എന്താ പറയുക, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു മേഖലയിൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു ഓപ്ഷനാണ്. സോ ട്രൈ ചെയ്യാം. മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എബ്രോഡിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, ഇന്ത്യക്ക് പുറത്തേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അഡ്രസ്സ് എങ്ങനെ വെക്കണം എന്നുള്ളതാണ്. റെസ്യൂമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്ന ഒരു സാധനം മാൻഡേറ്ററി ആയിട്ട് വേണ്ട കാര്യമൊന്നുമല്ല. കാരണം നമുക്കിന്ന് ആരും നമ്മളുടെ വീട്ടിലേക്ക് ഇൻ്റർവ്യൂ കോൾ ലെറ്റർ, ഒരു ഓഫർ ലെറ്ററോ ഇൻ്റർവ്യൂ കോൾ ലെറ്ററോ ഒന്നും എഴുത്തായിട്ട് അയക്കുന്ന ഒരു സിനാരിയോ പൊതുവേ ഇല്ല. ഇമെയിൽ വഴിയോ ഫോൺ വഴിയോ ഒക്കെയാണ് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. സോ നിങ്ങൾ ഇന്ത്യക്ക് പുറത്തേക്ക് അപ്ലൈ ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ എപ്പോഴും നാഷണാലിറ്റി ഉണ്ടായിരിക്കുക. നിങ്ങൾ ഏത് നാഷണൽ ആണ് എന്നുള്ളത് കൃത്യമായിട്ട് കൊടുക്കുക. പിന്നെ കറൻറ്റ് ലൊക്കേഷൻ കൊടുക്കാം. ലൊക്കേഷൻ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയൊക്കെ നിങ്ങളുടെ ലൊക്കേഷൻ, എവിടെയൊക്കെ അഡ്രസ്സിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ലൊക്കേഷൻ്റെ ഭാഗമായിട്ടോ നിങ്ങൾ ഇപ്പോൾ കോളേജിൻ്റെ പേരിലാവാം, അല്ലെങ്കിൽ വർക്ക് ചെയ്ത സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് അവിടെയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ആലുവ എറണാകുളം അല്ലെങ്കിൽ കരമന തിരുവനന്തപുരം എന്ന രീതിയിൽ മാത്രം വെക്കാതെ കേരള ഇന്ത്യ എന്ന രീതിയിലായിരിക്കും എല്ലായിടത്തും നമ്മുടെ ലൊക്കേഷൻ പ്ലേസ് ചെയ്യേണ്ടത്. കാരണം ഇന്ത്യക്ക് പുറത്ത് ഇപ്പോൾ അമേരിക്കയിലേക്ക് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ ജർമ്മനിയിലേക്ക് അപ്ലൈ ചെയ്യണം, അവർക്ക് കേരളമെന്നോ തിരുവനന്തപുരം എന്നോ അറിയണമെന്നില്ല. സോ കേരള ഇന്ത്യ എന്ന രീതിയിൽ നമ്മൾ ലൊക്കേഷൻ വെക്കാൻ ശ്രദ്ധിക്കുക. അഡ്രസ്സ് വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം. ഈ പറഞ്ഞ പോലെ വെക്കാൻ ഒരിക്കലും പാടില്ല എന്നൊന്നുമില്ല, ആവശ്യമുള്ള കാര്യമല്ല എന്നുള്ളതാണ്. ഏറ്റവും അവസാനം പേഴ്സണൽ ഡീറ്റെയിൽസിൽ അഡ്രസ്സ് വെക്കാം, പക്ഷേ എൻഡ് ചെയ്യുന്നത് ഇന്ത്യ എന്നുള്ള കൺട്രി നെയിമിൽ വരെ ആയിരിക്കണം. സോ അതാണ് അതിനകത്തൊരു ആൻസർ. അടുത്തൊരു ചോദ്യം വന്നിട്ടുള്ളത്, ലിങ്ക്ഡിൻ ജോബ്സിൽ വരുന്ന, എബ്രോഡിൽ നിന്ന് വരുന്ന ജോബ്സ് എല്ലാം, ഫോറിൻ ജോബ്സ് ഒക്കെ ജെന്യുവിൻ അല്ലേ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട്. എനിക്കെന്നല്ല, ആർക്കും പറയാൻ സാധിക്കില്ല. എല്ലാ സ്ഥലങ്ങളിലും തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. നമ്മളുടെ പുറത്തേക്ക് ഇറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ഫിസിക്കലി ഓഫ്ലൈനിലാണെങ്കിലും ഓൺലൈനിലാണെങ്കിലും എല്ലായിടത്തും, എല്ലാ മേഖലകളിലും, എല്ലാ പ്ലാറ്റ്ഫോംസിലും തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. സോ അതെല്ലാം ഒറിജിനൽ ആയിട്ടാണോ ജെന്യുവിൻ ആണോ എന്ന് ഒറ്റ വാക്കിൽ പറയാൻ ഒരിക്കലും സാധിക്കില്ല. ഇപ്പം ഒരു തട്ടിപ്പായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ലിങ്ക്ഡിനിൽ വന്നു എന്ന് വെച്ചാൽ ലിങ്ക്ഡിൻ മുഴുവൻ അങ്ങനെയല്ല, ലിങ്ക്ഡിൻ ഒരു ഫേക്ക് പ്ലാറ്റ്ഫോം ആണെന്ന് പറയാനും സാധിക്കില്ല. എല്ലാ പ്ലാറ്റ്ഫോംസിലും അങ്ങനെയുള്ളത് ഉണ്ടാവാം. നമ്മളത് സെൻസിബിളായിട്ട് നോക്കി മനസ്സിലാക്കി അത് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം മാത്രം നോക്കുക. അതിൻ്റേതായിട്ടുള്ള ബേസിക്കായിട്ട് നമുക്ക് ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ, ലിങ്ക്ഡിൻ ജോലി തട്ടിപ്പുകളെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ലിങ്ക് ഇവിടെ മുകളിൽ ഇപ്പോൾ പിൻ ചെയ്ത് കാണിക്കാം. സോ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്താൻ പറ്റുകയെന്ന് മനസ്സിലാക്കാം. അടുത്തായിട്ട് വന്നിട്ടുള്ളൊരു കമൻറ്റ്, ഗ്യാപ്പ് ഉള്ളവർ എങ്ങനെയാണ് റെസ്യൂമേ ചെയ്യേണ്ടത്, കരിയർ ഗ്യാപ്പ് ഉള്ളവർ എങ്ങനെ ചെയ്യണം, ഒരു എഞ്ചിനീയറിംഗിന് ശേഷം ഒരു 10 വർഷത്തെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കമൻറ്റ്. ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അതായത് കരിയറിൽ കോഴ്സിന് ശേഷം, ഒരുപാട് കാലത്തിന് ശേഷം കരിയർ തുടങ്ങുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ കുറച്ചുനാൾ വർക്ക് ചെയ്തതിന് ശേഷം ഒരു വലിയ ഗ്യാപ്പ് എടുത്തതിന് ശേഷം റീസ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് കോമൺ ആണ്. ഈ കരിയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമാണ്. അതോടുകൂടി നമ്മുടെ കരിയറിൽ അവസരങ്ങളൊക്കെ നിന്ന് പോകും എന്നുള്ളതൊക്കെ വെറും എന്താ പറയുക, റോങ് ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. അങ്ങനത്തെ കൺസേൺസ് ഒന്നും തന്നെ ഇല്ല. സോ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, കരിയറിൽ ഒരു ഗ്യാപ്പുള്ള ഒരാളെ സംബന്ധിച്ച് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങളെ പൊതുവെ സ്ഥാപനങ്ങൾ പ്രിഫർ ചെയ്യുന്നില്ല എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. സോ ദ റീസൺ ഈസ് ദാറ്റ് കരിയറിൽ കുറച്ച് ഗ്യാപ്പുള്ള ഒരാളെ സംബന്ധിച്ച്, ഒന്ന്, നിങ്ങൾ ഇൻഡസ്ട്രി അപ്ഡേറ്റഡ് അല്ല. നിങ്ങൾ വർക്ക് ചെയ്യാത്ത ഈ 10 വർഷങ്ങൾക്കിടയ്ക്ക് പല കാര്യങ്ങളും സംഭവിച്ചിട്ടുണ്ട്. പുതിയ സോഫ്റ്റ്വെയർസ് വന്നിട്ടുണ്ടാവാം, പുതിയ ടൂൾസ് വന്നിട്ടുണ്ടാവാം, പുതിയ സിസ്റ്റംസ് വന്നിട്ടുണ്ടാവാം. അതിനെപ്പറ്റി നിങ്ങൾക്കൊരു ധാരണ ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോലി അത്ര ആവശ്യമുള്ള അല്ലായിരിക്കാം. ചിലപ്പോൾ വീട്ടിലിരുന്ന് ബോറടിക്കുന്നതുകൊണ്ട് ജോലിക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ കമ്മിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യണമെന്ന് ഉണ്ടാവില്ല. നിങ്ങൾക്ക് അതിനകത്തൊരു വലിയ താല്പര്യം ഉണ്ടാവണമെന്നില്ല എന്ന് ചിന്തിച്ചേക്കാം. ലാക്ക് ഓഫ് കോൺഫിഡൻസ് പൊതുവേ കരിയർ ബ്രേക്ക് ഉള്ള ആൾക്കാരിൽ നമ്മൾ കോമൺ ആയിട്ട് കാണുന്നത്. ഇപ്പം നമ്മളുടെ ഇന്റേൺഷിപ്പ് പ്രോഗ്രാമിലൊക്കെ കരിയർ ബ്രേക്ക് കഴിഞ്ഞ് ജോലിയിലേക്ക് തിരിച്ചെത്താൻ ശ്രമിക്കുന്ന ഒരുപാട് പേര് പ്രോഗ്രാം ജോയിൻ ചെയ്യാറുണ്ട്. അവരിൽ പൊതുവേ നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് അവർക്ക് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ആണ്. കാരണം പുതിയ കുട്ടികൾ വരുന്നു, അവർ കരിയറിൽ ഒരുപാട്, അല്ലെങ്കിൽ എൻ്റെ പ്രായമുള്ളവരൊക്കെ എക്സ്പീരിയൻസ് ഉള്ളവരായി, അപ്പം ഞാൻ ഇവിടെ എത്തുമ്പോൾ ഞാൻ എവിടെയും ചേരാണ്ടിരിക്കുന്ന ഒരാളാവുമല്ലോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ട്. സോ അതിലൊക്കെയാണ് നമ്മൾ പൊതുവേ ആ പ്രോഗ്രാമിലൊക്കെ വർക്ക് ചെയ്യാറുള്ളത്.
സോ അങ്ങനെയുള്ള ഒരു കൺസേൺ ഉള്ളത് കൊണ്ട് തന്നെ വർക്കിനകത്ത് അത് അഫക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ ഈ 3 കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് റെസ്യൂമേക്കാട്ടിലുപരി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം. സോ ഒന്ന്, നിങ്ങൾ കരിയറിലേക്ക് തിരിച്ചു വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഡീഷണൽ കോഴ്സസ് നിങ്ങൾ ചെയ്യുക, സർട്ടിഫിക്കേഷൻസ് ചെയ്യുക. ഒരു 10 വർഷത്തിന് മുമ്പ് നിങ്ങളൊരു ഗ്രാജുവേഷനോ എഞ്ചിനീയറിങ്ങോ കഴിഞ്ഞ ഒരാളാണ് എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്കിപ്പോൾ അത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ളൊരു സംഗതിയാണെന്ന് പറയാൻ സാധിക്കില്ല. സോ നിങ്ങളുടെ ഫീൽഡിൽ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ പുതിയതായിട്ട് ലേൺ ചെയ്യാൻ ശ്രമിക്കുക. ഒരു അല്പകാലം, ഐ വുഡ് സേ ഒരു 3 to 6 months എങ്കിലും ലേണിങ്ങിന് വേണ്ടി ആദ്യം മാറ്റി വെക്കുക. ഇപ്പം ഞാൻ എപ്പോഴും പറയാറുള്ള പെട്ടെന്ന് വരുന്നൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഒരു അക്കൗണ്ടൻറ്റിൻ്റെയാണ്. BCom കഴിഞ്ഞു, MCom കഴിഞ്ഞു, 10 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നില്ല എന്നൊരു സിനാരിയോ ആണെങ്കിൽ ഇവർക്ക് GSTയെ പറ്റി ഒന്നും ഒരു ധാരണ ഉണ്ടാവണമെന്നില്ല. സോ GST എന്താണ്, അതെങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ പഠിക്കുക. ടാലിയുടെ അപ്ഡേറ്റഡ് വേർഷൻസ്, ഇത്രയും കാലത്തിനിടയ്ക്ക് ഇറങ്ങിയ പുതിയ വേർഷൻസിനെ പറ്റി ധാരണ ഉണ്ടാവില്ല. സോ അതൊന്ന് റിഫ്രഷ് ചെയ്യാനായിട്ടൊരു കോഴ്സ് എടുക്കുക. അപ്പം ഇതൊക്കെ കോഴ്സ് എടുക്കുമ്പം പഠിച്ചു, നമുക്കിത് അറിയാമെന്നുള്ള ഒരു മെസ്സേജ് കൺവേ ചെയ്യപ്പെടുകയും കൂടിയാണ്. സോ ആ ഒരു ലേണിംഗ് നടത്തുക, അതിൻ്റെ സർട്ടിഫിക്കറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ റെസ്യൂമിൽ ഉണ്ടാവുന്നത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. 2, അങ്ങനെ എഫേർട്ട് ഇടുമ്പം നമ്മൾ ആദ്യം പറഞ്ഞതിൽ ആ രണ്ടാമത്തെ പോയിന്റ്, അതായത് നമ്മൾക്ക് ജോലി ആവശ്യമില്ല, വെറുതെ നേരം ബുക്കിന് അപ്ലൈ ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള തോന്നൽ അവിടെ നിന്ന് മാറും. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, നമ്മൾ കമ്മിറ്റഡ് ആയിട്ടൊരു ജോലി കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി എഫേർട്ട് ഇട്ട് വരികയാണ്, അങ്ങനത്തെ ഒരാളാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആ നമ്പർ 3, ആ ഒരു എഫേർട്ടിൽ നിങ്ങൾ ട്രൈ ചെയ്യാവുന്നത് ഇന്റേൺഷിപ്പാണ്. ആദ്യം നിങ്ങൾക്കൊരു ജോബിലേക്ക് അപ്ലൈ ചെയ്തിട്ടൊന്നും കിട്ടുന്നില്ലെങ്കിൽ നിരാശപ്പെടാതെ ഇന്റേൺഷിപ്സ് ട്രൈ ചെയ്ത് നോക്കുക. സോ അതുകൂടി വരുമ്പോഴേക്കും നിങ്ങൾക്കൊരു കോൺഫിഡൻസ്, ഓക്കെ ചെയ്താൽ എനിക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഒക്കെ ഈസിലി ബിൽഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യുന്ന കോഴ്സസിൽ നിങ്ങൾക്കൊരു ലേണിംഗ് ഓപ്പർച്യൂണിറ്റി, അവിടെ പോയി ഒരു ഓഫ്ലൈൻ ക്ലാസ്സസോ അല്ലെങ്കിൽ ഓൺലൈനിലാണെങ്കിൽ ഒരു ടീമായിട്ടുള്ള സെഷൻസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇത് 3 കവർ ചെയ്യുക. അതിനുശേഷം റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കരിയർ ബ്രേക്ക് ഒന്നുകിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി മെൻഷൻ ചെയ്യാം. എക്സ്പീരിയൻസിൻ്റെ പാർട്ടിലേക്ക് വരുമ്പോൾ ഇതിനു മുമ്പ് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് 2015 വരെയാണ്. അതിനുശേഷം മുകളിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ കരിയർ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് 2015 to 2025 എന്താണ് റീസൺ എന്നുള്ളൊരു സിംഗിൾ സെൻറ്റൻസിലെങ്കിലും ആദ്യം എഴുതാം. എന്നിട്ട് ആ സമയത്ത് നിങ്ങൾ അഡീഷണലി കരിയറിന് വേണ്ടി ചെയ്തത് എന്താണ് എന്നത് 1-2 സെൻറ്റൻസിൽ കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങൾക്ക് കാര്യം പറയാം. അതല്ലെങ്കിൽ അതിനെപ്പറ്റി മെൻഷൻ ചെയ്യാതെ ഇരിക്കാം. പക്ഷേ ആ സമയത്ത് നമ്മൾ മുകളിൽ തന്നെ റീസെൻ്റ് ആയിട്ടുള്ള നമ്മുടെ പുതിയ ക്വാളിഫിക്കേഷൻ, സർട്ടിഫിക്കേഷൻസ് ഒക്കെ കൊണ്ടുവരുന്നത് ശ്രദ്ധിക്കുക. സോ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങളുടെ റെസ്യൂമേക്ക് പോസിറ്റീവായിട്ട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. സോ നിങ്ങൾ അങ്ങനെ ഒരു റെസ്യൂമെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ, തയ്യാറാക്കി കഴിയുമ്പോൾ എൻ്റെ നമ്പറിൽ, ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സാപ്പിൽ റെസ്യൂമെ അഡ്വൈസ് എന്ന് പറഞ്ഞിട്ട് അയച്ചു കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും സജഷൻസ് വേണമെങ്കിൽ പറഞ്ഞു തന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ അതാണ് ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. ആൻഡ് അവസാനത്തെ ചോദ്യം വന്നിട്ടുള്ളത് റെസ്യൂമെ ചെയ്യുന്നതിൻ്റെ സർവീസസിൻ്റെ റേറ്റ്സ് എത്രയാണ് എന്നുള്ളതാണ്. നമ്മൾ ഓരോ ക്ലയൻസിൻ്റെ അടുത്തു നിന്നും ചാർജ് ചെയ്യുന്ന എമൗണ്ട് ഡിഫറൻ്റ് ആണ്. ഓരോ റെസ്യൂമെ, എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള റെസ്യൂമെ നോക്കി എത്രത്തോളം അഡീഷണൽ വർക്ക് നമ്മൾക്ക് വരുന്നുണ്ട്, അതിന് എത്രത്തോളം നമ്മളുടെ എഫേർട്ട് വരുന്നുണ്ട്, എത്രത്തോളം സമയം നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നനുസരിച്ചാണ് നമ്മൾ റേറ്റ് ഫിക്സ് ചെയ്യുക. നമ്മളുടെ റേറ്റ് വരുന്നത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു 1500-നും 3500-നും ഇടയ്ക്കൊക്കെയാണ് നമ്മളുടെ റേറ്റ് പൊതുവേ വരാറുള്ളത്. ഒരുപാട് വർക്ക് ഉണ്ടെങ്കിൽ, ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ ഏറ്റവും കൂടിയ റേറ്റിലേക്ക് പോകും. എന്നാൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ തന്നെയാണ്, പക്ഷേ നിങ്ങളുടെ റെസ്യൂമയിൽ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാനില്ല, ചെറുതായിട്ട് മാത്രമുള്ള വർക്ക് ഉള്ളെങ്കിൽ ഒരുപാട് ചാർജ് ഞങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല. സോ ഫ്രഷേഴ്സിനെ സംബന്ധിച്ച് സംവെയർ അറൗണ്ട് 1000 റുപ്പീസും, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ച് ഒരു 1300-1500 മുതൽ 3500 വരെയാണ് റേറ്റ് വരുന്നത്. കവർ ലെറ്റർ, ലിങ്ക്ഡിൻ പ്രൊഫൈൽ മേക്ക് ഓവർ സർവീസസിന് എക്സ്ട്രാ ആണ്. ഒന്നിച്ചുള്ള പാക്കേജ് ആണെങ്കിൽ നമ്മളത് ഡിസ്കൗണ്ടഡ് ആയിട്ടൊരു പാക്കേജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. യൂഷ്വലി 4 to 7 ഡേയ്സിലാണ് റെസ്യൂമേഴ്സ് ഡെലിവർ ചെയ്യുക. ഞങ്ങൾ 5 years ആയിട്ട് ഈ സർവീസ് ചെയ്യുന്നുണ്ട്. ആൻഡ് വി ഹാവ് ക്ലയൻസ് ഓൾ ഓവർ ദ വേൾഡ്. സോ നമുക്ക് ഈ പറയുന്നത് പോലെ ഞങ്ങളുടെ റിക്രൂട്ട്മെൻറ്റ് എക്സ്പെർട്ട് ആയിട്ടുള്ള ടീം ആണ് ഈ വർക്ക് ചെയ്യുന്നതും ഞങ്ങൾ സൂപ്പർവൈസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് റെസ്യൂമേഴ്സ് ഡെലിവർ ചെയ്യുന്നത്. സോ ദാറ്റ്സ് ഇറ്റ്. ഇത്തവണത്തെ Q&Aയിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ഇത്രയാണ്. ഇനി മറ്റ് ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് കമൻറ്റ് അണ്ടർ ദിസ് വീഡിയോ. സോ ദാറ്റ്സ് ഇറ്റ്. റെസ്യൂമെ അഡ്വൈസിന് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. റെസ്യൂമേസ് പ്രിപ്പറേഷൻ സർവീസിന് ഇപ്പോൾ കാണുന്ന നമ്പറിലേക്കും കോൺടാക്ട് ചെയ്യാം. താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.